ഇനി ഞെട്ടലോടെ ഞാനൊരു കാര്യം പറയാം. പിശാച്, സർപ്പം ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമായിരുന്നു. ഞാൻ തന്നെ കടലിൽ ചാടുകയില്ല, നിങ്ങൾ എന്നെ എടുത്ത് കടലിലിടണം. ക്രൈസ്തവ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കാം. വചനത്തിൻ്റെ സത്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സമാന ചതിയിൽ പെട്ടുപോകരുത്. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ല, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ല, ദയയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല,
അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. വ്യാജങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ലോകത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ളതൊന്നും യാഥാർത്ഥ്യമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മിക്കവാറും ടെലിവിഷനിലൂടെ നാം ശ്രദ്ധിക്കുന്ന പരസ്യ ചിത്രങ്ങളുടെ അകത്ത് നിങ്ങൾക്കിതുപോലെയുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പല പ്രൊഡക്റ്റുകളും നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ കണ്ടൻറ്റ് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ ഈ പറഞ്ഞിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഗുണവും അടങ്ങുന്ന വസ്തുക്കൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകും. അപ്പോൾ സത്യമല്ല നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് താഴെ ആ പരസ്യചിത്രങ്ങളുടെ താഴെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇതൊരു സാങ്കല്പിക ചിത്രം മാത്രമാണെന്ന്. അപ്പോൾ മുമ്പിൽ കാണുന്ന ആ ഭാവനയെ കണ്ടുകൊണ്ടാണ് നാം പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൻ്റെ ലോകത്തല്ല, വ്യാജങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുന്നത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യമാണ് നമുക്ക് ഫ്രീഡം തരാൻ പോകുന്നത്. ആദിമ മാതാപിതാക്കൾക്ക് സംഭവിച്ചത് സമാനമായ ഒരു അബദ്ധമാണ്. അവർക്കെന്താണ് സംഭവിച്ചത്? ഏദൻ തോട്ടത്തിൽ ഉപായിയായ പിശാച് വന്ന് അവരോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. 3 വാഗ്ദാനങ്ങളാണ് പിശാച് ഹവ്വയുടെ അടുക്കൽ വന്ന് അവളുടെ മുൻപിൽ വെക്കുന്നത്. ഒന്നാമത്തെ വാഗ്ദാനം, നീ മരിക്കയില്ല. 2, നിങ്ങളുടെ കണ്ണു തുറക്കും. 3, നിങ്ങൾ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം ദൈവത്തെ പോലെയാകും. ഇനി ഞെട്ടലോടെ ഞാനൊരു കാര്യം പറയാം. പിശാച് സർപ്പം ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമായിരുന്നു. അത് ഞാൻ പറയുന്നതല്ല, തിരുവെഴുത്ത് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണു തുറക്കും. 4-ാം അധ്യായം നിങ്ങൾ പരിശോധിക്കുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പറയുന്നു, ആ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ അവരുടെ കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. പിശാച് പറഞ്ഞത് ആ ഫലം കഴിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണു തുറക്കുമെന്നാണ്. 7-ാം വാക്യം പറഞ്ഞു, അത് കഴിച്ച ഉടനെ അവരുടെ കണ്ണു തുറന്നു. 2-ാമത്തെ കാര്യം വചനം അവിടെ പറഞ്ഞത്, പിശാച് പറഞ്ഞത്, നിങ്ങൾ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം ദൈവത്തെ പോലെയാകും. 3-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം പറയുന്നൊരു ഭാഗം അവിടെയുണ്ട്. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ദൈവം പറയുന്നു,
മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരാൾ നമ്മെപ്പോലെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ അതുതന്നെയാണ് പിശാച് 3-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങൾ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം ദൈവത്തെ പോലെയാകും. 3:22 അവർ അങ്ങനെയായി എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പിശാച് പറഞ്ഞ 2 കാര്യങ്ങൾ, നിങ്ങളുടെ കണ്ണു തുറക്കുമെന്ന് പറഞ്ഞതും നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞതും, അത് അങ്ങനെ തന്നെ സംഭവിച്ചുവെന്ന് ഈ 3-ാം അധ്യായം രേഖപ്പെടുത്തുകയാണ്. പക്ഷേ അവിടെയാണ് പിശാച് ഏറ്റവും വലിയ ഉപായം പ്രയോഗിച്ചത്. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് കൃത്യമായിട്ട് പറഞ്ഞത്, സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ. സർപ്പം പറഞ്ഞ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു, അവരുടെ കണ്ണ് തുറന്നു. അപ്പോൾ എനിക്കൊരു ചോദ്യമുള്ളത്, അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം അവരുടെ കണ്ണ് തുറന്നു എന്ന് പറഞ്ഞതിന് തൊട്ട് മുമ്പിലത്തെ വാക്യം 6-ാം വാക്യം പറയുകയാണ്, സ്ത്രീ ആ ഫലത്തെ നോക്കി അത് ഭക്ഷിപ്പാൻ യോഗ്യമെന്നവൾ കണ്ടു. അപ്പോൾ ഏത് കണ്ണുകൊണ്ടാണ് അവർ കണ്ടത്? അവരുടെ കണ്ണ് തുറന്നപ്പോൾ 7-ാം വാക്യത്തിൽ എന്താണ് സംഭവിച്ചത്? കണ്ണ് തുറന്ന് തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അതുവരെ അവർക്ക് കണ്ണ് കാണാമായിരുന്നെങ്കിലും അവരുടെ നഗ്നതയെക്കുറിച്ച് അവരറിഞ്ഞില്ല. പിശാച് കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞു, സത്യമാണ്. പക്ഷേ ആ സത്യം അവരുടെ കണ്ണ് തുറന്നത് വ്യാജത്തിലേക്കാണ്. അപ്പോൾ പല സത്യങ്ങളും ട്വിസ്റ്റഡായിട്ടുള്ള സത്യങ്ങളാണ് ഈ ലോകം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സുവിശേഷത്തെ തന്നെ ഇങ്ങനെ പല വിധത്തിൽ അതിൻ്റെ ലക്ഷ്യത്തെ തെറ്റിച്ച് കളയുന്ന ഒരു കാലത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അടുത്തത് ദൈവം തന്നെ ടെസ്റ്റിഫൈ ചെയ്ത കാര്യം, നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരാളെപ്പോലെ ആയിത്തീർന്നിരിക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട വസ്തുത, ഈ നഗ്നതയിലേക്ക് കണ്ണു തുറന്ന മനുഷ്യൻ തിന്മയറിഞ്ഞാൽ അവൻ്റെ പാപജടത്തിനകത്ത് അവന് തിന്മ ചെയ്യാനുള്ള ലാഞ്ചന കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിശാച് നമ്മുടെ മുൻപിൽ വാഗ്ദാനങ്ങൾ മാത്രമേ വെക്കാറുള്ളൂ, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പിശാച് ഒരിക്കലും വെക്കാറില്ല. അതല്ലേ യേശുവിൻ്റെ അടുത്ത് പരീക്ഷയ്ക്ക് വന്നപ്പോഴും പറഞ്ഞത്, താഴേക്ക് ചാടുക, ദൂതൻ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി താഴേക്ക് ചാടാൻ പാടില്ലെന്ന് ബോധ്യമുണ്ടാകണം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പഴയ നിയമത്തിൽ യോന, ഞാൻ തന്നെ കടലിൽ ചാടുകയില്ല, നിങ്ങൾ എന്നെ എടുത്ത് കടലിലിടണം എന്നൊരു അഭ്യർത്ഥന അവരുടെ മുൻപിൽ വെച്ചത്. ആത്മഹത്യ പാപമാണ്, ദൈവത്തെ പരീക്ഷിക്കുന്ന പാപമാണ് എന്നുള്ള യോനയുടെ ബോധ്യമായിരിക്കും നിങ്ങൾ എന്നെ എടുത്തിടണമെന്ന് പറഞ്ഞത്. അപ്പോൾ പല കാര്യങ്ങളും ഇതുപോലെയാണ്. സത്യം എന്ന ആ പുറംചട്ട ധരിച്ചുകൊണ്ടാണ് വ്യാജം അതിൻ്റെ പിൻപിൽ കെണികളുമായിട്ട് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് യേശുവിൻ്റെ വാക്കിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. സത്യം നിങ്ങൾ അറിയണം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് യേശു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയണം. ഒരുപക്ഷെ നിങ്ങൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ, ക്രൈസ്തവ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കാം. വചനത്തിൻ്റെ സത്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ സ്നാനമെന്ന സത്യമോ പരിശുദ്ധാത്മ നിറവെന്ന സത്യമോ ഇതില്ലാതെ സ്നാനപ്പെടാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് മർക്കോസ് 16:16 നമ്മളോട് വിളിച്ചു പറയുകയാണ്. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവർക്ക് മാത്രമേ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കാൻ കഴിയൂ എന്ന് വചനം പറയുന്നു. റോമർ 6 പറയുന്നത് ആ ഏകീഭാവം സ്നാനമെന്ന ഏകീഭാവത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ സത്യം ഒരുപക്ഷെ ഇതുപോലത്തെ വ്യാജങ്ങളുടെ പിൻപിൽ ആ സത്യം ഒരുപക്ഷെ മറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സ്നാനപ്പെടണമെന്നുള്ളത്, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണമെന്നുള്ളത്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം എന്ന ഒരു ലേബലിനകത്ത് പൊതിഞ്ഞ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന പല സന്ദേശങ്ങളും വ്യാജമാണെന്ന് തിരിച്ചറിയണം. അങ്ങനെയാണ് സർപ്പം ഉപായത്താൽ ഹൗവയെ ചതിച്ചു കളഞ്ഞത്. നിങ്ങൾ സമാന ചതിയിൽ പെട്ടുപോകരുത്. ആദിമ മാതാപിതാക്കൾക്ക് സംഭവിച്ച അതേ അബദ്ധം ക്രൈസ്തവ സമൂഹത്തിന് ഇനിയും സംഭവിക്കരുത്. സത്യം, വചനത്തിൻ്റെ സത്യം, അതനുസരിക്കാൻ നിങ്ങളെ തടുക്കുന്നത് ആരാണ്? യേശു ക്രിസ്തുവിൻ്റെ സ്നാനമാണ് മാതൃകാ സ്നാനം. യേശു തൻ്റെ ബോധ്യമുള്ള പ്രായത്തിൽ ജലത്തിൽ നിമജ്ഞനം ചെയ്ത് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റെങ്കിൽ ആരാണ് നിങ്ങളെ തടയുന്നത്? ഒരുപാട് വ്യാജങ്ങൾ ഈ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളുടെ ചുവടുവെപ്പുകളെ തടയുന്നെങ്കിൽ ഒരു കാര്യം പറയാം, സത്യം നിങ്ങൾ അറിയുക. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. താഴേക്ക് 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇത്
പുത്രൻ്റെ കൽപ്പനയാണ് നിമജ്ഞന സ്നാനം എന്നുള്ളത്. ആ സത്യത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് യഥാർത്ഥ സഭയുടെ ഭാഗമാകാൻ, വിശുദ്ധ ബൈബിളിൻ്റെ സഭയുടെ ഭാഗമാകാൻ, സത്യസഭയുടെ ഭാഗമാകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ സത്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ, ആ സ്വാതന്ത്ര്യം ആവോളം നുകരാൻ യേശു നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.